സിനിമാ ചിത്രീകരണത്തിനിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. സംവിധായകനെതിരായ പുതിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തൊടുപുഴ പോലീസാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അറസ്റ്റ്. വിവരങ്ങളുമായി ബനേഷാണ് ചേരുന്നത്. ബനേഷ്, ഇപ്പോൾ സിനിമാ ചിത്രീകരണത്തിനിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു യുവനടിയുടെ പരാതിയിലാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത്. ഇതൊരു പുതിയ പരാതിയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ബംഗാളി നടി മുന്നോട്ട് വെച്ച പരാതിയുടെയും മറ്റൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തി മുന്നോട്ട് വെച്ച പരാതിയുടെയും അടിസ്ഥാനത്തിലുണ്ടായിരുന്ന കേസുകളെല്ലാം അവസാനിച്ചുവെന്നും രഞ്ജിത്തിന് ഇനി പ്രശ്നങ്ങളില്ല എന്നും കരുതിയിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വാർത്ത വന്നിരിക്കുന്നത്. സംവിധായകനും നടനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കെ ലൈംഗിക പീഡനാരോപണങ്ങളെ തുടർന്നുള്ള കേസുകളെ തുടർന്ന് പുറത്താക്കപ്പെടുകയും രാജിവെക്കപ്പെടുകയും ചെയ്ത രഞ്ജിത്ത് ഇപ്പോൾ ഇതാ യുവനടിയുടെ പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. തൊടുപുഴയിൽ വെച്ചാണ് രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തൊടുപുഴയിൽ ഒരു കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് രഞ്ജിത്തിനെ തൊടുപുഴ പോലീസ് കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തത്. എറണാകുളം സെൻട്രൽ പോലീസ് ആണ് ഈ പരാതിയിൽ കേസെടുത്തത്. എറണാകുളം സെൻട്രൽ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. യുവനടി ലൊക്കേഷനിൽ വെച്ച് തന്നെ രഞ്ജിത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ആ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സംവിധായകൻ രഞ്ജിത്തിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവനടിയുടെ പരാതിയെ തുടർന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എറണാകുളം IG അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് ഈ വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോകാനും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാനും നിർദ്ദേശിച്ചത്. ഇപ്പോൾ രഞ്ജിത്ത് തൊടുപുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. എറണാകുളം റേഞ്ച് IG-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. യുവനടിയുടെ രഹസ്യമൊഴി 2 ദിവസം മുമ്പ് രേഖപ്പെടുത്തിയിരുന്നു. ആ രഹസ്യമൊഴിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ പുതിയ ചിത്രത്തിലെ നടിയാണ് പരാതി നൽകിയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമയുടെ സെറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമായിരുന്നു. ആ അന്വേഷണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിൻ്റെ കാർ തടഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് അകത്ത് ഈ അറസ്റ്റിലേക്ക് നയിക്കാവുന്ന വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കേണ്ടുന്ന രീതിയിൽ ഗൗരവമേറിയ ഒന്നാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന പീഡനാരോപണങ്ങൾ അത് കോടതിയുടെ മുന്നിൽ വരികയും അത് ഒരർത്ഥത്തിൽ നിലയ്ക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ അറസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു. പ്രത്യേകിച്ചും രഞ്ജിത്ത് ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ളതുകൊണ്ടും ഇടതുപക്ഷം അധികാരത്തിലിരിക്കെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരുന്നു എന്നുള്ള വ്യക്തിയായതുകൊണ്ടും ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ താനൊരു SFI-കാരനായിരുന്നു, പഴയ SFI-കാരനായിരുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ സംഭാഷണങ്ങൾ ഇപ്പോഴും ഫുട്ടേജുകളായിട്ട് എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിലിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ പുതിയ പീഡന ആരോപണവും അതേ തുടർന്നുള്ള കേസും അറസ്റ്റും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു. അതുല്യ വിവരങ്ങൾ നൽകുന്നു. അരുണിമ, നിലവിൽ ഇദ്ദേഹം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. തൊടുപുഴ പോലീസാണ് യാത്രാമധ്യേ സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലേക്കുള്ള യാത്രയിലായിരുന്നു. യാത്രക്കിടെ ഇത്തരത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ നിരീക്ഷണത്തിനിടയിൽ ഇദ്ദേഹം ജില്ലയുടെ പരിധി വിട്ടു എന്നുള്ളൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇദ്ദേഹത്തിനെതിരെ ഇത് 3ാമത്തെ പരാതിയാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആദ്യമായി ഒരു പരാതി നൽകുന്നത് ബംഗാളി നടി ആയിട്ടുള്ള ഒരു നടിയാണ്. അവർ അതിനുശേഷം അവരുടെ പരാതിക്ക് ശേഷം മറ്റൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ കൂടി ഇത്തരത്തിൽ
പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ ആ രണ്ട് പരാതികളും വലിയ രീതിയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമടക്കം ഒഴിയേണ്ടി വന്നിരുന്നു. അതിനുശേഷം ആ രണ്ട് പരാതികൾക്കും പുറമെ പുതിയതായി നൽകിയിട്ടുള്ള പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്തിന്റെ നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ ഒരു അഭിനേത്രിയാണ്, ഒരു യുവ നടിയാണ് രഞ്ജിത്തിനെതിരെ ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ നിരവധി യുവതാരങ്ങൾ അല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ടുള്ള പുതിയ കുറേ യുവ നടീനടന്മാർ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ചിത്രീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി പരിധിയിൽ വെച്ചാണ് പീഡനം നടന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 1.5 മാസം അതിനു മുൻപ് നടന്ന ഒരു സംഭവമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ലൊക്കേഷനിൽ വെച്ച് തനിക്ക് ലൈംഗികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ പീഡന ശ്രമം നടന്നു എന്ന് ഈ യുവനടി സെറ്റിലെ തന്നെ ഒരു ഇന്ത്യൻ കമ്മിറ്റി ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ അതിനുശേഷം നിരന്തരമായി ഇത്തരത്തിൽ പുറത്തു വന്ന നിരവധിയായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾ, ഇതിനെല്ലാം പിന്നാലെ ഇപ്പോൾ എല്ലാ ചിത്രീകരണ സെറ്റുകളിലും ഒരു പോഷ്, അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് പോഷ നിയമപ്രകാരം ഇന്റേണൽ കമ്മിറ്റികളും പരാതി പരിഹാര കമ്മിറ്റികളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന കമ്മിറ്റിയെ ആദ്യം സമീപിച്ചിരുന്നു. അതിനുശേഷം അവർ പോലീസിന് പരാതി കൈമാറി. അതിന് പിന്നാലെ ഈ യുവതി അല്ലെങ്കിൽ ഈ യുവനടിയും പോലീസിനെ സമീപിക്കുകയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. അതിനുശേഷം അതീവ രഹസ്യമായി തന്നെ ഈ പറയുന്ന തീയതിയും അതുപോലെ തന്നെ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും എല്ലാം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങൾക്കിടെയാണ് ഒരു 2-3 ദിവസത്തിന് മുൻപാണ് പരാതിക്കാരിയായ അതിജീവിതയെ വിളിച്ച് രഹസ്യമായി മൊഴി രേഖപ്പെടുത്തിയത്. ഒരാഴ്ചയായി ഈ പരാതിയുടെ പേരിൽ രഞ്ജിത്തിന്റെ എല്ലാ നീക്കങ്ങളും യാത്രകളും അതുപോലെ തന്നെ മറ്റെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ യുവനടി നൽകിയ പരാതിയെക്കുറിച്ച് രഞ്ജിത്തിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് തൊടുപുഴയിലേക്ക് വിവരം നൽകിയപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ല വിട്ടു പോകാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇടുക്കിയിലേക്കുള്ള യാത്രക്കിടെ തൊടുപുഴയിൽ യാത്രാമധ്യേ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിച്ച് അതിനുള്ളിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. എറണാകുളം റേഞ്ച് IG ആണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിന് നിർദ്ദേശം നൽകിയത്. അദ്ദേഹം ഇടുക്കി SP അറിയിക്കുകയും ഇടുക്കി SPയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം തൊടുപുഴ പോലീസ് സംഘം എത്തി അദ്ദേഹത്തെ യാത്രാമധ്യേ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘം, അതായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അന്വേഷണ സംഘമാണ് ഈ ഒരു കേസിന്റെ ചുമതലയുള്ളത്. അവർ ഉടൻ തന്നെ തൊടുപുഴയിൽ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ തൊടുപുഴയിൽ എത്തുകയും ഇദ്ദേഹത്തെ ഈ അന്വേഷണ സംഘത്തിന്, കൊച്ചിയിലേക്കുള്ള അന്വേഷണ സംഘത്തിന് തൊടുപുഴയിലെ പോലീസ് കൈമാറുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കൊള്ളക്കമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണ്. സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത്. ഒരു പുതിയ പരാതി, അതായത് 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് 2 കേസുകളും ബംഗാളി നടിയുടെയും അതുപോലെ തന്നെ മറ്റൊരു ആളുടെയും ഈ 2 പീഡന കേസുകളും അദ്ദേഹത്തിന് പേരിൽ ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ലൈംഗിക പീഡന ആരോപണം കൂടി വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സിനിമാ ചിത്രീകരണ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു പീഡനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ യുവനടിയെ അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം. പുതുമുഖ അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. മറ്റ് വിവരങ്ങൾ ചിത്രത്തെ സംബന്ധിച്ചോ മറ്റും വിവരങ്ങൾ ലഭ്യമല്ല. മാത്രമല്ല അത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് ഈ അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടാൻ കാരണമാകും എന്നതിനാൽ തന്നെ അത്തരം വിവരങ്ങൾ പുറത്തുവിടാനും കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഈ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള എറണാകുളം സെൻട്രൽ പോലീസിൽ നിന്നുള്ള സംഘം തൊടുപുഴയിലെത്തി സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. എറണാകുളം റേഞ്ച് IG-യുടെ നിർദ്ദേശപ്രകാരം SP ആണ് ഈ ഒരു നടപടിക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്നുള്ള പോലീസ് സംഘം അദ്ദേഹത്തെ യാത്രാമധ്യേയാണ് കസ്റ്റഡിയിലെടുത്തത്.
വളരെ നിർണായകമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ എത്തുന്നത്. എന്തായാലും രഞ്ജിത്തിന് മുൻപ് രണ്ട് തവണ ലൈംഗിക പീഡന പരാതി ലഭിച്ചിരുന്നു. എന്തായാലും വീണ്ടും ഒരു ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വിവരമാണ് ഈ നിമിഷങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും യുവനടിയുടെ പീഡന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇടുക്കി SP-യുടെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും നടിയുടെ രഹസ്യ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും നടിയുടെ മൊഴിയിൽ നിന്നും കഴമ്പുണ്ട്, ഈ ഒരു കേസിന് കഴമ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലൊക്കെയാണ്. കൊച്ചി പോലീസിന് ഉടൻ തന്നെ കൈമാറുമെന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ നാടകീയമായ രീതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ കാർ തടഞ്ഞാണ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും രഞ്ജിത്ത് ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ് ഇപ്പോഴത്തെ പുതിയ പരാതിക്കാരി. ഇതിനു മുൻപ് 2 ലൈംഗിക പീഡന പരാതി രഞ്ജിത്തിന് നേരെ വന്നിരുന്നു. അത് വലിയ രീതിയിലുള്ള കോളിളക്കങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും രഞ്ജിത്തിന് എതിരെ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഇപ്പോൾ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടി തന്നെയാണ് രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ചിത്രീകരണം നടക്കുന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചു എന്നാണ് ഈ ഒരു യുവനടി രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഇവർ DGPക്കും മുൻ SITക്കും ഒക്കെയാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും വളരെ രഹസ്യമായി നടത്തിയ ഒരു അന്വേഷണത്തിൽ നടിയുടെ രഹസ്യ മൊഴിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ രഹസ്യമായി നടത്തിയ ഒരു അന്വേഷണം തന്നെയാണ് ഈ രഞ്ജിത്തിനെ ഈ ഒരു അറസ്റ്റിലേക്ക് എത്തിച്ചത്, അല്ലേ അതുല്യ? വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലൈംഗിക പീഡന കേസിലാണ് സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത്. യുവനടിയുടെ പീഡന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇത്തരത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനു മുൻപും രഞ്ജിത്തിന് എതിരെ ലൈംഗിക പീഡന പരാതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു സമയമുണ്ടായിരുന്നു. എന്തായാലും വീണ്ടും രഞ്ജിത്തിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി വന്നിരിക്കുന്നു. ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റും ചെയ്തിരിക്കുകയാണ്. എന്തായാലും നടിയുടെ രഹസ്യ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയ ശേഷമാണ് സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് ഇപ്പോൾ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഉടൻ തന്നെ കൊച്ചി പോലീസിനൊക്കെ കൈമാറുമെന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ നാടകീയമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ കാറൊക്കെ തടഞ്ഞാണ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന നടി, ഒരു യുവ നടി തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. നിലവിൽ ചിത്രീകരണം നടക്കുന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ആ യുവനടി ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. DGPക്കും മുൻ SITക്കും ഒക്കെ ഈ ഒരു നടി പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും നടിയുടെ മൊഴി 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രഹസ്യ മൊഴിയൊക്കെയാണ് രേഖപ്പെടുത്തിയത്. തുടർന്നാണ് രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്കൊക്കെ പോലീസ് കടന്നത്. ഈ നടിയുടെ മൊഴിയിലൊക്കെ കഴമ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് രഞ്ജിത്തിനെതിരെ ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതീവ രഹസ്യമായി നടത്തിയ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു നിർണായകമായ ഒരു വാർത്ത തന്നെയാണ് ലഭിക്കുന്നത്. ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവനടിയുടെ പരാതിയിലാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നത്. സംവിധായകനെതിരായ പുതിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തൊടുപുഴ പോലീസാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കിയുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.